എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മയിൽപ്പിലി ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഓണത്തിൻ്റെ തൃക്കേട്ട, അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ തൃക്കേട്ട ആശംസകൾ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത, അതായത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഓണത്തിനോടനുബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്നിപ്പോൾ ഓണത്തിൻ്റേതായ കറികളിൽ ഞാൻ വടുകപ്പുളിയൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കണതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അച്ചാറിലിടാനുള്ള കാന്താരി മുളക് ഇവിടെ തന്നെ മുറ്റത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യം പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് പച്ചമുളകിൻ്റെ തൈ കേട്ടോ. പക്ഷേ ഇതുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കിത് പറിക്കാം, ഈ പാത്രത്തിൽ പറിക്കാം. ഇത്രയും പച്ചമുളക് കിട്ടിയതേ. ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് കാന്താരി മുളക് നിൽക്കണ്ട, അതിൽ നിന്നും കൂടി കുറച്ച് പറിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മുളകൊക്കെ പറിച്ചെടുത്തു. ഇനി കിച്ചണിലേക്ക് കയറാം. അച്ചാറുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നാരങ്ങ നല്ലപോലെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് ഞാൻ ഒന്ന് തിളപ്പിക്കാൻ പോവാണ് നല്ല വെള്ളത്തിൽ തന്നെ. അപ്പോൾ സ്റ്റൗ കത്തിക്കാം, ഗ്യാസ് സ്റ്റൗ കത്തിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നാരങ്ങ നന്നായിട്ട് തിളച്ചു കേട്ടോ. എന്നിട്ട് ഞാനത് എടുത്തു, തുടച്ച് ചൂടൊക്കെ ആറി. ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ തൊണ്ട് കളയാം. തൊണ്ട് കളയാന്നല്ല, ഇത് അരിയാം. അപ്പം ഞാനിതിൻ്റെ തൊണ്ടൊന്ന് നൈസായിട്ടൊന്നിങ്ങനെ വെറുതെ കട്ടിയുള്ള ഭാഗം ഒന്ന് കളയണ്ട കേട്ടോ. വെറുതെ കേടായതല്ല, അതിൻ്റെ തൊണ്ടിലെന്തോ കറുത്ത പാടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് അങ്ങോട്ട് കളയാം. ഇതിലുള്ള കുരുവൊക്കെ ഇങ്ങനെ കളയാണ്. അപ്പോൾ ഇതിൻ്റെ കനം കൂടിയ തൊണ്ടൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും കട്ട് ചെയ്ത് കളയാൻ. അങ്ങനെ കളയണതാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കളയുമെന്ന് എനിക്കറിയില്ല. ഞാൻ കളയുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ തൊണ്ട്. അപ്പോൾ നാരങ്ങ നല്ലപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. കടുക് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് ഇടാം. എന്നാലേ അല്ലേ, കടുക് നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഈ കല്ലിൽ തന്നെ. കടുക് ചതച്ചെന്നല്ല, പതുക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പുപൊടി ആവശ്യത്തിന് ഇട്ടു. കുറച്ചും കൂടി ഇട്ടേക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. കായപ്പൊടി കുറച്ചിടാം. ഈ കട്ടയൊന്ന് ഉടയ്ക്കട്ടെ. ചെറുതൊരു കട്ട ഉണ്ടായിരുന്നു. ഒരു 2 സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചേക്കാം. ഓൾറെഡി നാരങ്ങയ്ക്ക് പുളിയുണ്ട്. അപ്പോൾ ഈ കുപ്പി ഒന്ന് അടച്ചു വയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന്
മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി ആ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ഈ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഞാൻ വലിയൊരു കുപ്പിയിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ് കേട്ടോ, ഇപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. എണ്ണ നല്ലപോലെ ചൂടായി, ആവശ്യത്തിന് കടുക്, പിന്നെ ഒരു കൊല്ലമുളക് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. അത് 2 പീസായിട്ട് ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായി, അതും ഇടാം. പിന്നെ ഉണ്ടല്ലോ, കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നന്നായേനെ. വെളുത്തുള്ളി എപ്പോഴും അച്ചാറിന് എത്ര കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുള്ളൂ, അതും ഇടുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ പറിച്ച് വെച്ചിരുന്ന കാന്താരിമുളക് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടുകയാണേ. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ, കളറൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും നാരങ്ങയമ്മ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കടുക് ചതച്ചതൊക്കെ ഇട്ടില്ല, അതെല്ലാം സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. അച്ചാർ റെഡിയായി. നമ്മൾ മുളക് പൊടിയേ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം, ചൂടാറട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാർ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് പറ്റിയൊരു ചില്ലുപ്പി ഇരിപ്പുണ്ട്, അതിലിട്ട് വയ്ക്കാം. നല്ലൊരു ചെറിയ കുപ്പി ഇട്ടി, ഈ കുപ്പിയിൽ കൊള്ളാനുള്ളത് ഉണ്ടാവുള്ളൂ. ദേ ഇതാണ് കുപ്പി. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി അതിൽ തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പിയിലേക്കിട്ട് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ.